കനകക്കുന്നെന്നാണ് കേട്ടോ നമ്മുടെ ജാനിമോൾ ഉദ്ദേശിച്ചത്. അപ്പം കനകക്കുന്ന് കൊട്ടാരത്തെ പറ്റി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. തിരുവനന്തപുരത്ത് വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം, അതിൻ്റെ ചുറ്റുമുള്ള പച്ചപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെയാണ്. അപ്പം ഞങ്ങൾ കൂടെ വെക്കേഷൻ കിട്ടുന്ന സമയത്ത്, അവധി വരുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് കുറച്ചേരി പാർക്കിലൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ജാനിക്കുട്ടിക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓടിച്ചാടി നടക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നത് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ഡേ, ന്യൂ ഇയറിൻ്റെ ഒക്കെ ലൈറ്റിങ്ങിൻ്റെ പണികളാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജാനിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം തിന്നണ ഒരു കൊതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ജാനിക്കുട്ടി ഭയങ്കര ഓണാണ്. ഇതുപോലെ ഡാൻസും കളികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഓണായിരുന്നു. പിന്നെ അടുത്തൊരു മരം കയറാൻ പോകുന്നുണ്ട്. പുള്ളിക്കാരി മരം കയറാൻ നോക്കിയിട്ട് നടന്നില്ല. അതിൻ്റെ ഒരു ചമ്മൽ മുഖത്തുണ്ട്. മുകളിലത്തെ ബ്രാഞ്ചിൽ കയറി ഇരിക്കാനാണ് പുള്ളിക്കാരി ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ഒരു ചമ്മലാണ് മുഖത്ത് കാണുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഈ കുളമാണ്. ഈ കുളത്തിനകത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാണ്. പക്ഷെ ഒന്നും കണ്ടില്ല. ഇതിനകത്ത് എന്താ കുളത്തിൽ മീനൊന്നും ഇല്ലാത്തതെന്ന് ചോദിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഈ ഒരു ചെടി കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ പേര് ഉറപ്പായിട്ടും അറിയണം. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ജാനിക്കുട്ടിക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ChatGPTയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പേര് റെഡ് ബൾബ് ജിഞ്ചർ എന്ന് പറഞ്ഞു. അത് ശരിക്കും ഇതിൻ്റെ പേര് തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ജാനിക്കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ റെഡ് ബൾബ് ജിഞ്ചറാന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞപ്പോൾ സമാധാനമുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് നെക്സ്റ്റ് കയറിയത്. ഉച്ചയ്ക്ക് ഏകദേശം 12:30 1 മണിയെ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ജാനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം നൂഡിൽസാണ്. അങ്ങനെ ഉച്ചയ്ക്ക് നൂഡിൽസ് വാങ്ങിച്ച് കഴിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പം ജാനിക്കുട്ടി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഓടിച്ചാടിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റോള് പോലെ, നല്ല ക്യൂട്ട് ഐറ്റംസുള്ള സ്റ്റോള് പോലെ ഉണ്ട്. അങ്ങനെ ജാനിക്കുട്ടി ആയി തന്നെ അവിടെ നിന്ന് ഒരു ക്ലേ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആൾ ജാനിക്കുട്ടിയുടെ അമ്മൂമ്മയാണ്. മസാജിങ് ചെയറിൽ കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ മിനീസോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കി. സാധനങ്ങളൊക്കെ നല്ല ക്യൂട്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല പ്രൈസ് റേഞ്ച് ആയിരുന്നു. നല്ല പ്രൈസ് ഇച്ചിരി ഹൈ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല. പക്ഷേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പം ജാനിക്കുട്ടി അവിടെ കയറിയിട്ട് ഓരോന്ന് വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രൈസൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടിറങ്ങി. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.